ഹായ് ഓൾ. സോ നമ്മളിന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാരോ റിസപ്റ്റർ റിഫ്ലക്സ് ആണ്. ഇത് റെഗുലേഷൻ ഓഫ് ബി പിയിൽ റിഫ്ലക്സ് റെഗുലേഷനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഇതിൻ്റെ ഇൻട്രൊഡക്ടറി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇറ്റ് റെഗുലേറ്റ്സ് ബി പി വിത്തിൻ സെക്കൻഡ്സ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് among the reflexes and it is also known as life saving reflex. So it regulates BP within seconds. സോ അതുകൊണ്ടാണ് അതിനെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിഫ്ലക്സസ് എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിഫ്ലക്സ് ഫോർ റെഗുലേറ്റിംഗ് ബി പി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൈനോ അയോർട്ടിക് റിഫ്ലക്സ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ബാരോ റിസപ്റ്റർ റിഫ്ലക്സ് ഇരിക്കുന്നത് സൈനസിലും, അതായത് കരോട്ടിഡ് സൈനസിലും ആൻഡ് അയോർട്ടിക് ആർച്ചിലുമാണ്. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സൈനോ അയോർട്ടിക് റിഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇറ്റ് ഡിറ്റക്ട്സ് ചേഞ്ച് ഇൻ പ്രഷർ ഇൻ വെസൽസ് ആൻഡ് ഹാർട്ട്. സോ അതാണ് ഈ ബാരോ റിസപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രഷറിനെ ഡിറ്റക്ട് ചെയ്യാനുള്ളതാണ് ഈ ബാരോ റിസപ്റ്റേഴ്സ്. സോ അത് വെസൽസിലത്തെയും ഹാർട്ടിലത്തെയും പ്രഷർ ഡിഫറൻസിനെ ഡിറ്റക്ട് ചെയ്യും. ആൻഡ് ഈ ബാരോ റിസപ്റ്റേഴ്സ് രണ്ട് കാറ്റഗറീസാണുള്ളത്. ഒന്ന് ഹൈ പ്രഷർ ബാരോ റിസപ്റ്റേഴ്സും പിന്നെ ലോ പ്രഷർ ബാരോ റിസപ്റ്റേഴ്സും. ലോ പ്രഷർ ഹൈ പ്രഷർ. ഹൈ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് വെൻട്രിക്കിൾസിലും അതുപോലെ തന്നെ ആർട്ടീരിയൽ സിസ്റ്റം ഓഫ് സർക്കുലേഷനിലാണ് കാണുന്നത്. അതായത് സിസ്റ്റമിക് സർക്കുലേഷനിൽ ആർട്ടീരിയൽ എൻഡ്, വീനസ് എൻഡിലല്ല, ആർട്ടീരിയൽ എൻഡ്. അപ്പോൾ വെൻട്രിക്കിൾസിലും ആർട്ടീരിയൽ സിസ്റ്റം ഓഫ് സർക്കുലേഷനിലും. പിന്നെ ലോ പ്രഷർ ബാരോ റിസപ്റ്റേഴ്സ് കാണുന്നത് ഏട്രിയയിലും പിന്നെ പൾമണറി സർക്കുലേഷനിലുമാണ്. ഓക്കെ, ആൻഡ് ഈ ലോ പ്രഷർ ബാരോ റിസപ്റ്റേഴ്സിനെ കാർഡിയോ പൾമണറി ബാരോ റിസപ്റ്റർ എന്നും വിളിക്കണം. കാരണം അത് പൾമണറി സർക്കുലേഷനിലും അതുപോലെ തന്നെ ഏട്രിയയിലും കാണുന്നത് കൊണ്ട് തന്നെ കാർഡിയോ പൾമണറി ബാരോ റിസപ്റ്റർ എന്നതിനെ വിളിക്കണം. ഇതിൽ ബാരോ റിസപ്റ്റർ റെസ്പോൺസിബിൾ ഫോർ ദി റിഫ്ലക്സ് ആർ, അതായത് ഈ ബാരോ റിസപ്റ്റർ റിഫ്ലക്സിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ ഹൈ പ്രഷർ ബാരോ റിസപ്റ്റേഴ്സ് ആണ്. അത് തന്നെ കരോട്ടിഡ് സൈനസിലും അയോർട്ടിക് ആർക്കിലുള്ള ഹൈ പ്രഷർ ബാരോ റിസപ്റ്റേഴ്സ് ആണ് ബാരോ റിസപ്റ്റർ റിഫ്ലക്സസ് ഉണ്ടാക്കുന്നത്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് കരോട്ടിഡ് സൈനസിലും അയോർട്ടിക് ആർച്ചിലാണ് ഉള്ളത്. ആൻഡ് ബി പി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ കരോട്ടിഡ് സൈനസിലും അയോർട്ടിക് ആർച്ചിലും അതിൻ്റെ വാൾസ് ഡിസ്റ്റൻ്റ് ആവും, അതായത് എക്സ്പാൻഡ് ആവും. അപ്പോൾ ഡിസ്റ്റൻഷൻ സംഭവിക്കുമ്പോൾ അത് ഈ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ ഇൻക്രീസ് ഇൻ ബി പി കോസസ് ഡിസ്റ്റൻഷൻ ഓഫ് കരോട്ടിഡ് സൈനസ് ആൻഡ് അയോർട്ടിക് ആർച്ച് ആൻഡ് ദാറ്റ് കോസസ് സ്റ്റിമുലേഷൻ ഓഫ് ദീസ് റിസപ്റ്റേഴ്സ്. ആൻഡ് ഇപ്പോൾ ബി പി കുറയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻഷൻ ഒന്നും സംഭവിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റിമുലേഷൻ ഓഫ് റിസപ്റ്റേഴ്സ് കുറയും. അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ളൊരു മെക്കാനിസം പോലെ വരുന്നത്. നൗ അഫറൻറ്റ് പാത്വേ പറയുകയാണെങ്കിൽ, അതായത് ഈ റിസപ്റ്റേഴ്സിൽ നിന്ന് നമ്മുടെ CNSലുള്ള സെൻറ്ററിലേക്ക് പോകാനുള്ള നെർവ് അത് ഏതാണെന്നാണ് പറയണത്. സോ കരോട്ടിഡ് സൈനസിൽ നിന്ന് നമ്മുടെ CNSലുള്ള സെൻറ്റേഴ്സിലേക്ക് പോകുന്ന നെർവ്സ് എന്ന് പറഞ്ഞാൽ അത് ഗ്ലോസോഫാരിഞ്ചൽ നെർവാണ്. ദാറ്റ് ഈസ് 9th cranial nerve. So glossopharyngeal nerve is the afferent fiber from the carotid sinus and vagus nerve is the afferent fiber from the aortic arch. That is the 10th cranial nerve. ഈ ഗ്ലോസോഫാരിഞ്ചൽ നെർവ് ഈ കരോട്ടിഡ് സൈനസിൽ നിന്ന് അഫറൻസ് കൊണ്ടുപോകുന്ന ഗ്ലോസോഫാരിഞ്ചൽ നെർവിൻ്റെ പാർട്ടിനെ നമ്മൾ കരോട്ടിഡ് സൈനസ് നെർവ് എന്ന് വിളിക്കും. ആൻഡ് ഈ വേഗസ് നെർവിൻ്റെ പാർട്ടിനെ, ഈ അയോർട്ടിക് ആർച്ചിൽ നിന്ന് അഫറൻസ് കൊണ്ടുപോകുന്ന വേഗസ് നെർവിൻ്റെ പാർട്ടിനെ നമ്മൾ അയോർട്ടിക് നെർവ് എന്നും വിളിക്കും. ഓക്കെ, സോ കരോട്ടിഡ് സൈനസ് ഗ്ലോസോഫാരിഞ്ചൽ നെർവ് ആൻഡ് അയോർട്ടിക് ആർച്ച് വേഗസ് നെർവ്. അത് ഇപ്പോൾ ഓർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗസ് എപ്പോഴും ലൈക്ക് ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടെന്നാൽ നമുക്കറിയാം. കാരണം നമ്മൾ വേഗൽ ടോൺ, വേഗൽ ഡിസ്ചാർജ്, അതൊക്കെ നമ്മൾ ഹാർട്ടുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ ഈ അയോർട്ടിക് ആർച്ച് എന്ന് പറഞ്ഞാൽ ഹാർട്ടിനോട് അടുത്തിരിക്കുന്ന ഒരു സംഭവമല്ലേ, ലൈക്ക് ഹാർട്ടിൽ നിന്ന് ഡയറക്റ്റ്ലി പോകുന്ന സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ അയോർട്ടിക് ആർച്ച് എന്തായാലും വേഗസ് നെർവിലായിരിക്കും അതിൻ്റെ ഒരു റെഫറൻസ് വരിക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഗ്ലോസോഫാരിഞ്ചൽ നെർവ്, അത് പിന്നെ കരോട്ടിഡ് സൈനസിലായിരിക്കും. സോ അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. ആൻഡ് സെൻറ്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മെഡുല്ലയിലാണ് ഈ സെൻറ്റേഴ്സ് കാണുക, മെഡുല്ലോ ഒബ്ലോങ്കേറ്റ. അവിടെ മെയിനായിട്ട് 2 സെൻറ്റേഴ്സാണ്, ഒന്ന് വാസോമോട്ടർ സെൻറ്ററും പിന്നെ കാർഡിയോ ഇൻഹിബിറ്ററി സെൻറ്ററും. അത് നമ്മൾ വാസോമോട്ടർ സെൻറ്റർ പറയുകയാണെങ്കിൽ അത് വാസോമോട്ടർ സെൻറ്ററാണ് സെൻട്രൽ സിമ്പത്തറ്റിക് സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അത് ഉള്ളത് RVLM, അതായത് റോസ്ട്രോ വെൻട്രോ ലാറ്ററൽ മെഡുല്ല. ഇവിടെയാണ് ഈ വാസോമോട്ടർ സെൻറ്റർ നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ഈ സെൻറ്ററിൽ നിന്നുള്ള ഇഫറൻസ്, അതായത് ഈ സെൻറ്ററിൽ നിന്ന് അഫക്റ്റ് ചെയ്യുന്ന ഓർഗനിലേക്ക് പോകുന്ന ഫൈബേഴ്സിൻ്റെ ഒരു പാത്വേ പറയുകയാണെങ്കിൽ അത് ബൾബോ സ്പൈനൽ പാത്വേയിലൂടെയാണ് പോവുക. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത്
സ്പൈനൽ കോഡിലുള്ള ഒരു പാത്വേ ആണ് ബൾബോ സ്പൈനൽ പാത്വേ. ആൻഡ് അവിടെ ഈ പാത്വേയിലൂടെ പോയിട്ട് അത് ഇൻ്റർമീഡിയോ ലാറ്ററൽ ഹോണിൽ ചെന്നിട്ട് അത് റിലേ ചെയ്യും. സ്പൈനൽ കോഡിലെ ഇൻ്റർമീഡിയോ ലാറ്ററൽ ഹോൺ, ഗ്രേ കോളത്തിലുള്ള ഇൻ്റർമീഡിയോ ലാറ്ററൽ ഹോണിൽ ചെന്നിട്ട് അത് റിലേ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് പ്രീ ഗാംഗ്ലിയോണിക് സിമ്പത്തറ്റിക് ഫൈബേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് സിമ്പത്തറ്റിക് ഗാംഗ്ലിയോണിൽ ഒറിജിനേറ്റ് ചെയ്യും. അതായത് നമ്മുടെ ഇതാണ് സ്പൈനൽ കോഡ്. അപ്പോൾ സ്പൈനൽ കോഡിൻ്റെ ഇവിടെ നിന്ന് നമ്മുടെ പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ഒറിജിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ സിമ്പത്തറ്റിക് ഗാംഗ്ലിയോണിൽ റിലേ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് സിമ്പത്തറ്റിക് ഗാംഗ്ലിയോണിൽ നിന്ന് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് വന്നിട്ട് നമ്മുടെ വെസൽസിലൊക്കെ സപ്ലൈ ചെയ്യും. Okay, so preganglionic sympathetic fibers originate and relay in the sympathetic ganglion, and from there postganglionic fibers supplies the vessels, adrenal medulla and heart. So sympathetic supply വരുന്നത് വെസൽസിലും അഡ്രിനൽ മെഡുല്ലയിലും ഹാർട്ടിലുമാണ്. ഓക്കെ, ഇനി കാർഡിയോ ഇൻഹിബിറ്ററി സെൻറ്ററിനെ പറ്റി പറയാം. കാർഡിയോ ഇൻഹിബിറ്ററി സെൻറ്ററിൽ നമുക്ക് 3 മെയിൻ ന്യൂക്ലിയസ് ആണുള്ളത്. ഒന്ന് ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേരിയസ്, അത് NTS, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിയസ് NTS. അത് കഴിഞ്ഞുള്ളത് ന്യൂക്ലിയസ് ആംബിഗ്വസ് NA ഷോർട്ട് ഫോം ആയിട്ട്, പിന്നെ ഡോർസൽ മോട്ടർ ന്യൂക്ലിയസ് ഓഫ് വേഗസ് അല്ലെങ്കിൽ DMN. സോ ഇതിൽ NTS ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ വേഗസ് നെർവ് ഒറിജിനേറ്റ് ചെയ്യണത് ഈ കാർഡിയോ ഇൻഹിബിറ്ററി സെൻട്രലത്തെ ന്യൂക്ലിയസുകളിൽ നിന്നാണ്. സോ വേഗസ് നെർവ് പാരസിമ്പത്തറ്റിക് ആണ് നമുക്കറിയാം. സോ ഒബ്വിയസ്ലി ഈ ന്യൂക്ലിയസുകളെല്ലാം പാരസിമ്പത്തറ്റിക് സെൻറ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ഈ NTS പാരസിമ്പത്തറ്റിക് സെൻറ്റർ ആയ അതിൻ്റെ ഒപ്പം തന്നെ ഈ NTS എന്ന് പറയുമ്പോൾ അത് VMC, അതായത് നമ്മളിവിടെ പറഞ്ഞ വാസോ മോട്ടർ സെൻറ്റർ ഉണ്ട്, അതിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും വയ ഇൻ്റർന്യൂറോൺസ്. സോ NTS ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് ഇൻ്റർന്യൂറോൺസ് വഴി നമ്മുടെ VMCയെ ഇൻഹിബിറ്റ് ചെയ്യും. അത് ഇൻഹിബിറ്ററി ഇൻ്റർന്യൂറോൺസ് ആയിരിക്കുമല്ലോ, സോ അത് ഇൻഹിബിറ്റ് ചെയ്യും VMCനെ. സോ നമ്മുടെ സ്റ്റിമുലേഷൻ ഓഫ് കാർഡിയോ ഇൻഹിബിറ്ററി സെൻറ്റേഴ്സ്, അതായത് സ്റ്റിമുലേഷൻ ഓഫ് NTS കോസസ് വേഗൽ സ്റ്റിമുലേഷൻ ആൻഡ് ഓൾസോ ഇൻഹിബിഷൻ ഓഫ് സിമ്പത്തറ്റിക് എഫറൻസ്. സോ ഈ കാർഡിയോ ഇൻഹിബിറ്ററി സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ 2 എഫക്ട്സ് ആണ് ഉണ്ടാവുന്നത്. ഒന്ന് വേഗൽ സ്റ്റിമുലേഷനും പിന്നെ സിമ്പത്തറ്റിക് എഫറൻസിൻ്റെ ഇൻഹിബിഷനും. അത് ഓർത്ത് വയ്ക്കണം. ഇനി എഫറൻറ്റ് പാത്വേ പറയുമ്പോൾ അതിൽ വാസോ മോട്ടർ സെൻറ്ററിൽ നിന്ന് സിമ്പത്തറ്റിക് ഫൈബേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പാത്വേ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു. ഇവിടെ ബൾബോ സ്പൈനൽ പാത്വേ, പിന്നെ അവിടുന്ന് ILH ഇൻ്റർമീഡിയോ ലാറ്ററൽ ഹോണിൽ റിലേ ചെയ്യും. അവിടുന്ന് പ്രീ ഗാംഗ്ലിയോണിക് സിമ്പത്തറ്റിക് ഫൈബേഴ്സ് സിമ്പത്തറ്റിക് ഗാംഗ്ലിയോണിൽ വന്നിട്ട് റിലേ ചെയ്യും. അവിടുന്ന് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് വെസൽസിനെയും അഡ്രിനൽ മെഡുലയും ഹാർട്ടിനെയും സപ്ലൈ ചെയ്യും. അതാണ് നമ്മുടെ സിമ്പത്തറ്റിക് ഫൈബേഴ്സിൻ്റെ പാത്വേ. വേഗസ് നെർവിൻ്റെ പാത്വയും നമ്മൾ പറയുമ്പോൾ അത് സപ്ലൈ ചെയ്യുന്നത് ഹാർട്ടിലാണ്. അത് ഒറിജിനേറ്റ് ചെയ്യണത് നമ്മളിവിടെ പറഞ്ഞു ഈ കാർഡിയോ ഇൻഹിബിറ്ററി സെൻറ്റേഴ്സ് അല്ലെങ്കിൽ NTS നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്യുക. ആൻഡ് അത് സപ്ലൈ ചെയ്യണത് ഹാർട്ടിനാണ്. വെസൽസിനൊന്നും സപ്ലൈ ചെയ്യില്ല. വേഗസ് മെയിൻലി ഹാർട്ടിനെയാണ് സപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി ഇത് റെസ്പോൺസ് ലൈക്ക് ഈ പറഞ്ഞ റിഫ്ലക്സ് ഒക്കെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക, അതിൻ്റെ ഒരു മെക്കാനിസമാണ് നമ്മൾ പറയാൻ പോണത്. സോ ഫസ്റ്റ് BP ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റെസ്പോൺസ് വരാൻ നോക്കാം. സോ ഇൻക്രീസ് ഇൻ BP ഞാനിത് ഫ്ലോ ചാർട്ട് ആയിട്ടാണ് കൊടുത്തതാണ്. നമുക്ക് BP ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ളതും BP ഡിക്രീസ് ചെയ്യുമ്പോഴുള്ളതും നമുക്ക് 2 ഫ്ലോ ചാർട്ട്സ് ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. സോ BP ഇൻക്രീസ് ചെയ്യുന്ന കേസ് എടുത്താൽ അത് ഈ കരോട്ടിഡ് സൈനസിലും അയോർട്ടിക് ആർച്ചിലുള്ള ബാർ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. അത് നമ്മൾ മുമ്പ് പറഞ്ഞു. ഇനി അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കരോട്ടിഡ് സൈനസിലുള്ള നിന്നുള്ള അഫറൻസ് ക്രീനിയൽ നെർവ് 9 അതായത് ഗ്ലോസോഫാരിഞ്ചൽ നെർവ് വഴിയും അയോർട്ടിക് ആർച്ചിൽ നിന്നുള്ള അഫറൻസ് വേഗസ് നെർവ് 10th ക്രീനിയൽ നെർവ് വഴിയും പോവും. അപ്പോൾ ഇൻക്രീസ്ഡ് ഡിസ്ചാർജ് ഇൻ ക്രീനിയൽ നെർവ് 9 and 10. എന്നിട്ട് അത് പോയിട്ട് ഈ ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിയസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ വേഗസ് നെർവൊക്കെ പോയിട്ട് ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിയസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ സ്റ്റിമുലേഷൻ ഓഫ് NTS കോസസ് ആക്ടിവേഷൻ ഓഫ് വേഗസ് ആൻഡ് ഇൻഹിബിഷൻ ഓഫ് VMC. നമ്മളിവിടെ ഇവിടെ പറഞ്ഞില്ലേ, സ്റ്റിമുലേഷൻ ഓഫ് കാർഡിയോ ഇൻഹിബിറ്ററി സെൻറ്റർ അല്ലെങ്കിൽ ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിയസ്, ഈ 2 എഫക്റ്റാണ് കോസ് ചെയ്യുക. സോ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. സ്റ്റിമുലേഷൻ ഓഫ് NTS കോസസ് ആക്ടിവേഷൻ ഓഫ് വേഗസ് ആൻഡ് ഇൻഹിബിഷൻ ഓഫ് വാസോമോട്ടർ സെൻറ്റർ. സോ ഇവിടുന്ന് വേഗസിൻ്റെ ആക്ടിവേഷൻ ഹാർട്ട് റേറ്റിനെ ഡിക്രീസ് ചെയ്യും.
വേഗസ് പാരസിമ്പത്തറ്റിക് ആണ് ആൻഡ് അത് ഹാർട്ടിനാണ് സപ്ലൈ ചെയ്യുക. സോ വേഗസിൻ്റെ ആക്ടിവേഷൻ പാരസിമ്പത്തറ്റിക് കൺട്രോൾ ഇൻക്രീസ് ചെയ്തിട്ട് ഹാർട്ട് റേറ്റിനെ ഡിക്രീസ് ചെയ്യും. സോ ഇറ്റ് ഡിക്രീസസ് ദി ഹാർട്ട് റേറ്റ്. ഈ ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റ് കോസസ് ഡിക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ഇൻഹിബിഷൻ ഓഫ് VMC ദാറ്റ് കോസസ് ഡിക്രീസ് ദി സിമ്പത്തറ്റിക് കൺട്രോൾ. സോ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. അത് രണ്ട് എഫക്റ്റാണ് ഉണ്ടാക്കുക. ഒന്ന് ഡിക്രീസ്ഡ് കോൺട്രാക്ടിലിറ്റി, അതായത് ഡിക്രീസ്ഡ് മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി, മസിൽസിൻ്റെ കോൺട്രാക്ഷൻ്റെ കാർഡിയാക് മസിൽസിൻ്റെ കോൺട്രാക്ഷൻ്റെ ശക്തി കുറയും. ആൻഡ് ഇറ്റ് ഓൾസോ കോസസ് വാസോ ഡയലേഷൻ ഇൻ ദി വെസൽസ്. സോ ഈ ബ്ലഡ് വെസൽസിൽ വാസോ ഡയലേഷൻ, അതായത് അതിൻ്റെ ലൂമൻ്റെ സൈസ് കൂട്ടും. സോ അവിടെ റെസിസ്റ്റൻസ് കുറയും, അപ്പോൾ BP കുറയും. സോ വാസോ ഡയലേഷൻ ഡയറക്ട്ലി കോസസ് ഡിക്രീസ് ഇൻ BP ആൻഡ് ഡിക്രീസ്ഡ് കോൺട്രാക്ടിലിറ്റി കോസസ് ഡിക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട് ആൻഡ് ഈ ഡിക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട് ഇൻ ടേൺ കോസസ് ഡിക്രീസ് ഇൻ BP. സോ ഇങ്ങനെയാണ് BP കൂടണ കേസിൽ നമ്മുടെ റെസ്പോൺസ് സിസ്റ്റം വർക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഒന്നുകൂടി പറയാം. ഇൻക്രീസ് ഇൻ BP കോസസ് ആക്ടിവേഷൻ ഓഫ് ബാരോ റിസെപ്റ്റേഴ്സ് ഇൻ കരോട്ടിഡ് സൈനസ് ആൻഡ് അയോർട്ടിക് ആർച്ച്. That causes increase in discharge of glossopharyngeal nerve and vagus nerve. That causes stimulation of NTS and it causes activation of vagus and also inhibition of vasomotor center. In activation of vagus causes decreased heart rate and inhibition of VMC causes decreased sympathetic control. Decreased heart rate causes decreased cardiac output and decreased sympathetic control causes decreased myocardial contractility and vasodilation. Vasodilation directly causes decrease in BP and decreased myocardial contractility causes decreased cardiac output and that causes decrease in BP. സോ അതാണ് ആ മെക്കാനിസം. ഇനി BP കുറയണ കേസസിൽ, അതായത് ഹൈപ്പോടെൻഷൻ, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് ഹൈപ്പർ ടെൻഷൻ കേസസ് ആണ്. ഇനി ഹൈപ്പോ ടെൻഷൻ കേസ് വന്നാൽ എങ്ങനെയാണ്? സോ BP ഡിക്രീസ് ചെയ്തു, അപ്പോൾ ഈ കരോട്ടിഡ് സൈനസും അയോർട്ടിക് ആർച്ചിൻ്റെയും വാൾസ് ഡിസ്റ്റൻഡ് ആവണില്ല, അതായത് സ്ട്രെച്ച് ആവണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ റിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആവണില്ല. സോ ലെസ് ആക്ടിവേഷൻ ഓഫ് റിസെപ്റ്റേഴ്സ് ആൻഡ് ദാറ്റ് കോസസ് ഡിക്രീസ്ഡ് ഡിസ്ചാർജ് ഇൻ ഗ്ലോസോഫാരഞ്ചൽ നെർവ് ആൻഡ് വേഗസ് നെർവ് ആൻഡ് ദാറ്റ് കോസസ് ഡിക്രീസ്ഡ് സ്റ്റിമുലേഷൻ ഓഫ് NTS. ഈ ഡിസ്ചാർജ്, അതായത് ഈ അഫറൻസ് കുറഞ്ഞപ്പോൾ ഈ നമ്മുടെ മെഡുല്ലയിലുള്ള സെൻറ്റേഴ്സിൻ്റെ സ്റ്റിമുലേഷൻ കുറയും. സോ ഡിക്രീസ്ഡ് സ്റ്റിമുലേഷൻ ഓഫ് NTS. സോ ഇറ്റ് കോസസ് ഇൻഹിബിഷൻ ഓഫ് വേഗസ്. NTSൽ നിന്നാണല്ലോ വേഗസിലേക്കുള്ള ഇഫറൻസ് വരുന്നത്. സോ NTSൻ്റെ സ്റ്റിമുലേഷൻ കുറഞ്ഞാൽ വേഗസിൻ്റെ സ്റ്റിമുലേഷനും കുറയും. സോ ഇറ്റ് ഇൻഹിബിറ്റ്സ് ദി വേഗസ് എഫറൻസ് ആൻഡ് ഡിസ്ഇൻഹിബിഷൻ ഓഫ് VMC. ഡിസ്ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ ഈ NTS VMCനെ വാസോമോട്ടർ സെൻറ്ററിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ NTSനെ തന്നെ ഇൻഹിബിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ NTSൻ്റെ സ്റ്റിമുലേഷൻ കുറയ്ക്കണ സമയത്ത് ഈ VMCയിലേക്കുള്ള ഇൻഹിബിഷൻ കുറയും. അപ്പോൾ ഇൻഹിബിഷൻ കുറയുമ്പോൾ അവിടെ ആക്ടിവേഷൻ ഡോമിനേറ്റ് ചെയ്യും. സോ ഇറ്റ് കോസസ് ആക്ടിവേഷൻ ഓഫ് VMC. ഓക്കെ, സോ അതായത് വാസോമോട്ടർ സെൻറ്റർ. അപ്പോൾ ഈ വേഗസിൻ്റെ ഇൻഹിബിഷൻ എന്ത് കാണിക്കും? ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്. വേഗസിൻ്റെ സ്റ്റിമുലേഷൻ ആകുമ്പോഴാണ് ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യുക. ഇവിടെ വേഗസിൻ്റെ സ്റ്റിമുലേഷൻ കുറയുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഇവിടെ VMC ആക്ടിവേറ്റഡ് ആകുമ്പോൾ സിമ്പത്തറ്റിക് കൺട്രോളും കൂടും. അപ്പോൾ സിമ്പത്തറ്റിക് കൺട്രോൾ കൂടുമ്പോൾ മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും, വാസോ കൺസ്ട്രിക്ഷൻ നടക്കും. സിമ്പത്തറ്റിക് കൺട്രോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും, ഹാർട്ട് ഭയങ്കര ശക്തിയായിട്ട് കോൺട്രാക്ട് ചെയ്യും, പിന്നെ വാസോ കൺസ്ട്രിക്ഷൻ ഓഫ് ദി വെസൽസും നടക്കും. അതായത് ലൂമൻ്റെ സൈസ് കുറയും, ചെറിയ അപ്പോൾ പെരിഫറൽ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ വാസോ കൺസ്ട്രിക്ഷൻ ഡയറക്ട്ലി കോസസ് ഇൻക്രീസ് ഇൻ BP. ഓക്കെ, ഇനി ഈ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റും അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റിയും ഇൻക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ടിലാണ് റിസൾട്ട് ചെയ്യുക. സോ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ആൻഡ് ഇൻക്രീസ്ഡ് മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി റിസൾട്ട്സ് ഇൻ ദി ഇൻക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട് ആൻഡ് ദാറ്റ് കോസസ് ഇൻക്രീസ്ഡ് BP. സോ അങ്ങനെയാണ് ഹൈപ്പോ ടെൻഷൻ അല്ലെങ്കിൽ BP കുറയണ കേസസിൽ റെസ്പോൺസ് ആക്ട് ചെയ്യുക. ഒന്നുകൂടി പറയാം. ഡിക്രീസ്ഡ് BP ഇറ്റ് കോസസ് ലെസ് ആക്ടിവേഷൻ ഓഫ് റിസെപ്റ്റേഴ്സ് ഇൻ കരോട്ടിഡ് സൈനസ് ആൻഡ് അയോർട്ടിക് ആർച്ച്. That causes decreased discharge in glossopharyngeal nerve and vagus nerve. That causes decreased stimulation of nucleus tractus solitarius. And decreased stimulation of NTS causes inhibition of vagus and activation of VMC. Activation എന്ന് പറയുമ്പോൾ മെയിൻലി ഡിസ്ഇൻഹിബിഷനാണ് നടക്കണേ. അത് ഇൻഡയറക്ട്ലി VMCനെ ആക്ടിവേറ്റ് ചെയ്യും. ലൈക്ക്
നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സിമ്പത്തറ്റിക് വാസോ കൺസ്ട്രിക്ടറി സിസ്റ്റത്തിൻ്റെ ബേസൽ ടോണിക് ഡിസ്ചാർജ്. സോ ഈ പറഞ്ഞ VMCയുടെ ഇൻഹിബിഷൻ കുറയുന്ന സമയത്ത് അതിൻ്റെ ബേസൽ ടോണിക് ഡിസ്ചാർജ് അതിനുള്ളത് കൊണ്ട് തന്നെ ഇൻഹിബിഷൻ കുറയുന്ന സമയത്ത് അതിൻ്റെ ആക്ടിവിറ്റി തന്നെത്താനെ കൂടും. സോ അത് ഇപ്പോൾ ഓർക്കുക, ഇപ്പോൾ ഒരു ഭയങ്കര കുറുമ്പനായ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ആ കുട്ടി ഭയങ്കര കുറുമ്പ് കാണിക്കുന്ന സമയത്ത് അത് ഭയങ്കര ആക്റ്റീവായിരിക്കും. അപ്പോൾ ഒരു മുതിർന്ന ഒരാൾ വന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ആ കുട്ടീനെ കൺട്രോൾ ചെയ്യാണ്. അപ്പോൾ കൺട്രോൾ ചെയ്യുമ്പോൾ ആ കുട്ടീനെ ചീത്ത പറയാണ്, അടിക്കുകയാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ആ കുട്ടി ഒന്ന് സപ്രസ് ആവും, ഒന്ന് അടങ്ങിയിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഇൻഹിബിറ്ററി ഫാക്ടറായിട്ടുള്ള ഈ അഡൾട്ട്, അതായത് ഈ ചീത്ത പറഞ്ഞ ആൾ പോയി കഴിഞ്ഞാൽ ആ കുട്ടി വീണ്ടും കുറുമ്പ് കാണിക്കാൻ തുടങ്ങും, വീണ്ടും ആ കുട്ടി ആക്റ്റീവ് ആവും. അപ്പോൾ അതേ കേസാണ് ഇവിടെ VMCയിൽ വരണേ. സോ ഇവിടെ NTSൽ നിന്നുള്ള ഇൻഹിബിഷൻ കുറയുമ്പോൾ VMC തന്നെത്താനെ ആക്ടിവേറ്റ് ആവും. ഓക്കെ, ആൻഡ് ദാറ്റ് കോസസ് ഇൻക്രീസ് സിമ്പത്തറ്റിക് കൺട്രോൾ ആൻഡ് ഇറ്റ് കോസസ് ഇൻക്രീസ്ഡ് മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി ആൻഡ് വാസോകൺസ്ട്രിക്ഷൻ. Vasoconstriction directly increases the BP, and the inhibition of vagus increases the heart rate, and the increase in heart rate and increase in myocardial contractility increases the cardiac output, and that causes increase in the BP. സോ അതാണ് ഹൈപ്പോടെൻഷൻ്റെ കേസ്. ഇനി ഈ ബാരോ റിസപ്റ്റർ റിഫ്ലക്സിൽ അതിൻ്റെ റെഗുലേഷനിൽ ഒരു ലിമിറ്റ് ഉണ്ട്, ലൈക്ക് എത്ര പ്രഷർ വേരിയേഷനിലാണ് ഇത് ആക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് 50 to 200 millimeter ഓഫ് മെർക്കുറി, ആ ഒരു പ്രഷർ റേഞ്ചിൽ മാത്രമേ ഈ ബാരോ റിസപ്റ്റർ റിഫ്ലക്സ് ആക്ട് ചെയ്യുള്ളൂ. സോ ഇപ്പോൾ ബ്ലഡ് പ്രഷർ ലെസ് ദാൻ 50 mmHg ആണെങ്കിൽ ഈ റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല. ലൈക്ക് ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ റെസ്പോൺസുകളൊന്നുമില്ലേ, അതൊന്നും സംഭവിക്കില്ല. ടിൽ 50 വരെ ഈ റെസ്പോൺസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഇഫ് ഇറ്റ്സ് മോർ ദാൻ 200 ഈ റെസ്പോൺസിൻ്റെ ഇൻക്രീസ് പിന്നെ ഫർദർ ഉണ്ടാവില്ല. ലൈക്ക് ഇപ്പോൾ 100ൽ നിന്ന് ഒരു 199 mmHg എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ഇത് 200ഉം കഴിഞ്ഞ് 201 എത്തിക്കഴിഞ്ഞാൽ ഈ 200 mmHgയിൽ എത്രകൊണ്ട് റെസ്പോൺസ് ആണോ നമുക്കിവിടെ കിട്ടിയത്, സെയിം റെസ്പോൺസ് തന്നെയായിരിക്കും നമ്മൾ 201 മുതൽ മുകളിലേക്ക് ഉണ്ടാവുക. ഓക്കെ, അതായത് ഇപ്പോൾ 200, ഇപ്പോൾ ഞാനൊരു ക്വാണ്ടിറ്റേറ്റീവിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ 200 mmHgയിൽ നമുക്കിപ്പോൾ ഒരു ആക്ടിവിറ്റി റെസ്പോൺസിൻ്റെ ഒരു റേറ്റ് 10x ആണെങ്കിൽ നമ്മൾ 201 തൊട്ട് മുകളിലേക്ക് പോകുമ്പോൾ തോറും ഇതിൻ്റെ ആക്ടിവിറ്റി 10x തന്നെ നിൽക്കും, അതിൻ്റെ മുകളിലേക്ക് പോവില്ല. ഓക്കെ, സോ അതാണ് ഈ ലിമിറ്റിനെ പറ്റിയിട്ടുള്ള പറയാനുള്ളത്. പ്രഷർ റേഞ്ച് ഫോർ ബാരോ റിഫ്ലക്സ് റെഗുലേഷൻ 50 to 200 mmHg. ഇനി ടൈപ്സ് ഓഫ് റെസ്പോൺസ്, അതായത് അത് പൾസ് പ്രഷറും മീൻ പ്രഷറും ചേഞ്ച് ചെയ്യുമ്പോൾ അതിൽ ലൈക്ക് ഇത് രണ്ടും ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റെസ്പോൺസിൽ വ്യത്യാസമുണ്ട്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ പറയില്ല, ജസ്റ്റ് അതിൻ്റെ പേര് മാത്രമേ പറയുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഭയങ്കര ലോങ് ആയിപ്പോവും. സോ പൾസ് പ്രഷറിൽ ചേഞ്ച് സംഭവിക്കുന്ന സമയത്ത് ഫേസിക് ഓർ ഡൈനാമിക് റെസ്പോൺസ് എന്നാണ് പറയുക. പൾസ് പ്രഷറിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഫേസിക് റെസ്പോൺസ് ഓർ ഡൈനാമിക് റെസ്പോൺസ് എന്നാണ് പറയുക. ഇനി മീൻ പ്രഷറിലാണ് ചേഞ്ച് സംഭവിക്കുന്നത്. ഈ പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് പ്രഷർ മൈനസ് ഡയസ്റ്റോളിക് പ്രഷറാണല്ലോ. അപ്പോൾ ഈ പൾസ് പ്രഷർ കൂടുമ്പോൾ അതിൽ ഫേസിക് റെസ്പോൺസ് ആണ് പറയുക, അല്ലെങ്കിൽ ഡൈനാമിക് റെസ്പോൺസ്. ഇനി മീൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ഡയാസ്റ്റോളിക് പ്രഷർ പ്ലസ് 1/3 ഓഫ് പൾസ് പ്രഷർ. സോ ഇതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഈ പറഞ്ഞ റിഫ്ലക്സ് മെക്കാനിസംസ് വഴി ഉണ്ടാവുന്ന റെസ്പോൺസിനെ നമ്മൾ ടോണിക് ഓർ സ്റ്റാറ്റിക് റെസ്പോൺസ് ആണ് പറയുക. സോ ആ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പൾസ് പ്രഷർ ആകുമ്പോൾ ഫേസിക്, മീൻ പ്രഷർ ആകുമ്പോൾ ടോണിക്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫിസിയോളജിക്കൽ സിഗ്നിഫിക്കൻസ്. സോ BP റാപ്പിഡ്ലി കുറയണ സമയത്ത്, അതായത് അക്യൂട്ട് ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ ഹെമറേജ്, ആ കേസസിലൊക്കെ ഈ ബാരോ റിസപ്റ്റർ റിഫ്ലക്സ് വിത്തിൻ സെക്കൻഡ്സ് ആക്ട് ചെയ്തിട്ട് സ്റ്റെബിലൈസ് ചെയ്യും നമ്മുടെ ബ്ലഡ് പ്രഷറെ. സോ അതുകൊണ്ട് തന്നെ ഇതിനൊരു ലൈഫ് സേവിങ് റിഫ്ലക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ആൻഡ് ഇത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും ഒരു ലൈഫ് സേവിങ് റിഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് നമ്മൾ ലൈയിങ് പൊസിഷനിൽ നിന്ന് പെട്ടെന്ന് എണീക്കണ സമയത്ത് നമ്മുടെ ബ്ലഡ് പ്രഷർ അറൗണ്ട് 30% വരെ കുറയാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ 30% വരെ ബ്ലഡ് പ്രഷർ കുറയാം.
സോ അത്തരം കേസുകളിൽ പെട്ടെന്ന് ബി പി കുറയുമ്പോൾ ആൾക്കാർ ഫെയിൻറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് തടയാനായിട്ട് ഈ ബാരോ റിഫ്ലക്സ് ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യും, എന്നിട്ട് ബി പി നോർമലാക്കും. സോ അതുകൊണ്ട് ഇത് ലൈഫ് സേവിങ് റിഫ്ലക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക ഈവൺ ഇൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. സോ അതാണ് ഫസ്റ്റ് ഫിസിയോളജിക്കൽ സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ്, ഇറ്റ് സ്റ്റെബിലൈസസ് ബി പി ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ഫ്ലക്ച്വേഷൻ. അതായത് ഈ 50 to 200 mmHg എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു റേഞ്ചാണ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. സോ ഇത്രയും വലിയ റേഞ്ചിൽ ഈ ബ്ലഡ് പ്രഷറിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ ഈ ബാരോ റിഫ്ലക്സ് സഹായിക്കും. ഇനി അടുത്തത് മാരീസ് ലോ എന്ന് പറഞ്ഞിട്ടൊരു ലോ ഉണ്ട്. അതായത് ഹാർട്ട് റേറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്ലഡ് പ്രഷർ ബട്ട് നോട്ട് വൈസ് വേഴ്സ. സോ ഇത് ഫുള്ളാണൊരു ലോ. ഹാർട്ട് റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്ലഡ് പ്രഷർ ബട്ട് നോട്ട് വൈസ് വേഴ്സ. സോ അതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഈ നോട്ട് വൈസ് വേഴ്സ എന്ന് പറയുമ്പോൾ അതായത് ബി പി വേരി ചെയ്യുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേരി ചെയ്യും. അതായത് ബി പി ഇപ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യും. ബി പി ഇപ്പോൾ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും. അത് സംഭവിക്കും. പക്ഷേ ഈ ഹാർട്ട് റേറ്റിലാണ് എന്തെങ്കിലും ചേഞ്ച് വരണമെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബി പിയിലുള്ള ചേഞ്ചാണ്. ബി പിയിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാലാണ് ഈ ഹാർട്ട് റേറ്റിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേരിയേഷൻ ഉണ്ടാവുക. ഇനി അതിന് പകരം ആദ്യം തന്നെ ഹാർട്ട് റേറ്റിലാണ് ഒരു വേരിയേഷൻ സംഭവിക്കണമെങ്കിൽ പിന്നെ ബി പിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല വേരിയേഷൻ വരിക, പക്ഷേ സെയിം ഡയറക്ഷനിലായിരിക്കും വേരിയേഷൻ വരിക. അതായത് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബി പിയും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്താലോ ബി പിയും ഡിക്രീസ് ചെയ്യും. അല്ലാതെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബി പി ഡിക്രീസ് അല്ല ഉണ്ടാവണേ. ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആകുമ്പോൾ ബി പിയും ഇൻക്രീസ് ആവും, ഹാർട്ട് റേറ്റ് ഡിക്രീസ് ആകുമ്പോൾ ബി പിയും ഡിക്രീസ് ആവും. സോ അതാണ് മാരീസ് ലോ പറയണത്. സോ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ റെസ്പോൺസുകളൊക്കെ വെച്ച് നമുക്ക് ഈസിലി ഈ കാര്യങ്ങളൊക്കെ ഈ മാരീസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. സോ അതാണ് തേർഡ് ഫിസിയോളജിക്കൽ സിഗ്നിഫിക്കൻസ്. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ കേസിലാണ്. അതായത് കുറേ കാലമായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ളൊരു വ്യക്തിയാണ്. സോ ആ ഒരു വ്യക്തിയുടെ കേസിൽ ഈ ബാരോ റിസെപ്റ്റർ റീസെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കും. അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ റേഞ്ച് 50 to 200 ആണല്ലോ. സോ ഈ ക്രോണിക് ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻസിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൽ ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യും. അതായത് അതിൻ്റെ ലോവർ ലിമിറ്റ് 50ക്കാളും കൂടുതലായിരിക്കും, അപ്പർ ലിമിറ്റും ഒരു പക്ഷേ 200-നേക്കാൾ കൂടുതലാവാം. അതായത് ഈ 50 to 200 എന്നുള്ള ആ ഒരു റേഞ്ചിൽ കംപ്ലീറ്റ്ലി ഇൻക്രീസ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു 80 to 250 ലൈക്ക് അങ്ങനെ ഒരു ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ അങ്ങനെ ഒരു റേഞ്ചിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യും. സോ അതിനെയാണ് ബാരോ റിസെപ്റ്റർ റീസെറ്റിംഗ് എന്ന് പറയാം. ഇത് ക്രോണിക് ഹൈപ്പർ ടെൻസീവ് ഇൻഡിവിജ്വൽസിലാണ് കാണുക. സോ ഈ 4 ഫിസിയോളജിക്കൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് സമറൈസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഇത് ലൈഫ് സേവിങ് റിഫ്ലക്സ് ആണെന്ന് പറഞ്ഞു. പ്രഷർ ബാരോ റിസെപ്റ്റേഴ്സിൻ്റെ 2 ടൈപ്പ് പറഞ്ഞു, ഹൈ പ്രഷറും ലോ പ്രഷറും. അതിൽ നമ്മുടെ ഈ റിഫ്ലക്സിൽ ആക്ട് ചെയ്യണത് കരോട്ടിഡ് സൈനസിലും അയോർട്ടിക് ആർച്ചിലുള്ള ഹൈ പ്രഷർ ബാരോ റിസെപ്റ്റേഴ്സ് ആണ്. ആൻഡ് ഗ്ലോസോഫാരിഞ്ചൽ നെർവ് കരോട്ടിഡ് സൈനസിലും അയോർട്ടിക് ആർച്ചിൽ നിന്ന് വേഗസ് നെർവും ആണ് അഫറൻറ്റ് ക്യാരി ചെയ്യണേ. സെൻറ്റേഴ്സ് വാസോമോട്ടർ സെൻറ്റർ, കാർഡിയോ ഇൻഹിബിറ്ററി സെൻറ്റർ, പ്രസൻറ്റ് ഇൻ മെഡുല്ല. നമ്മൾ എല്ലാം ഈ 2 സെൻറ്ററും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ എഫറൻറ്റ് പാത്വേ വാസോമോട്ടർ സെൻറ്ററിൽ നിന്ന് സിമ്പത്തറ്റിക്കും, കാർഡിയോ ഇൻഹിബിറ്ററി സെൻറ്ററിൽ നിന്ന് വേഗസും. ഇനി നമ്മൾ റെസ്പോൺസ് പറഞ്ഞു. ഹൈപ്പർ ടെൻഷൻ കേസ്, അതായത് ബി പി ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള കാര്യം പറഞ്ഞു. ഹൈപ്പോ ടെൻഷൻ ബി പി ഡിക്രീസ് ചെയ്യുമ്പോഴുള്ള കേസും പറഞ്ഞു. പിന്നെ നമ്മൾ റേഞ്ച് പറഞ്ഞു 50 to 200. പിന്നെ ടൈപ്പ് ഓഫ് റെസ്പോൺസ്, പൾസ് പ്രഷർ പി പി ആകുമ്പോൾ ഫേസിക് പി വരും, പൾസ് പ്രഷർ ആകുമ്പോൾ ഫേസിക് റെസ്പോൺസ് വരും, മീൻ പ്രഷർ ആകുമ്പോൾ ടോണിക് റെസ്പോൺസ് വരും. സോ പി അത് ഓർക്കുക. പിന്നെ മീൻ പ്രഷർ ആകുമ്പോൾ ടോണിക് ഓർ സ്റ്റാറ്റിക്. പിന്നെ ഫിസിയോളജിക്കൽ സിഗ്നിഫിക്കൻസിൽ നമ്മൾ ഇതിങ്ങനെ ലൈഫ് സേവിങ് റിഫ്ലക്സ് മെക്കാനിസം ആവണമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വൈഡ് റേഞ്ച് ഓഫ് ഫ്ലക്ച്വേഷനിൽ ആക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. മാരീസ് ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ക്രോണിക് ഹൈപ്പർ ടെൻസീവ് കേസ് ഇൻഡിവിജ്വൽസിൽ എങ്ങനെയാണ് ബാരോ റിസെപ്റ്റർ റീസെറ്റിംഗ് നടക്കാമെന്ന് പറഞ്ഞു. സോ ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.